ഹായ് മക്കളെ, ഞാൻ ഡോക്ടർ ശ്രുതി സുരയ്യ കോഹ്ലി, സൈലത്തിലെ നീറ്റ് ബയോളജി ഫാക്കൽറ്റിയാണ്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് +1 +2 പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഭാവിയിൽ നീറ്റൊക്കെ എഴുതാൻ പ്ലാനുള്ള മക്കൾക്ക് നിങ്ങളിപ്പം പഠിക്കുന്ന CBSE സിലബസിൽ, അതായത് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്ക് എങ്ങനെ എഫക്റ്റീവായി പഠിക്കാം, ഇപ്പം തന്നെ നമുക്ക് എങ്ങനെ അത് നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം എന്നതിനെക്കുറിച്ചൊക്കെ കുറച്ച് ടിപ്സൊക്കെ തരാനായിട്ടാണ്. സോ ഞാൻ പറഞ്ഞതുപോലെ NCERT വായിച്ച് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എസ്പെഷ്യലി നിങ്ങൾ ഇതുപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ എഴുതാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് നിങ്ങളുടെ NCERT സിലബസിലെ കോൺസെപ്റ്റ്സ് നല്ലപോലെ മനസ്സിലാവണം. സോ നമ്മൾ NCERT എങ്ങനെയാണ് പഠിക്കുക? CBSE സ്റ്റുഡൻസിന് ഉള്ള ഒരു ബെനിഫിറ്റ് ആണ്, നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകൾ, നിങ്ങൾ ചെറിയ ക്ലാസ്സുകൾ മുതൽ പഠിച്ചു വരുന്ന നിങ്ങളുടെ കരിക്കുലം ഈ നീറ്റ് സിലബസുമായിട്ടൊക്കെ, അതായത് NCERT സിലബസായിട്ട് ഒരു വ്യത്യാസമില്ല. ഇറ്റ് ഈസ് ഇൻ ലൈൻ വിത്ത് NCERT അല്ലേ? അപ്പോൾ പിന്നെ നിങ്ങൾ പഠിച്ച ഒരു ലൈനിലുള്ള അതേ കോൺസെപ്റ്റുകളാണ് നിങ്ങൾ ഹയർ ക്ലാസ്സസിലും പഠിക്കുന്നത്. സോ +1 +2 ഒക്കെ എത്തുമ്പോൾ നിങ്ങൾ കോൺസെപ്റ്റ്സ് കുറച്ച് നല്ല ഡെപ്ത് ആയിട്ട്, എസ്പെഷ്യലി ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. സോ ശരിക്കും പറഞ്ഞാൽ ഈ NCERT നിങ്ങളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന അതേ NCERTയുടെ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് മതി. അതിൻ്റെ കൂടെ കുറച്ച് എക്സ്ട്രാ എഫേർട്സ് ഇട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള എക്സാംസിൽ നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റും. സോ അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? NCERT എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, നമ്മൾ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുക എന്നുള്ള, അണ്ടർസ്റ്റാൻഡിങ് കോൺസെപ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുക. അതായത് ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ നിങ്ങളൊരു ചാപ്റ്റർ വായിക്കുകയാണ്, മോർഫോളജി ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അതിൽ നിങ്ങൾ റൂട്ടിൻ്റെ സ്ട്രക്ചറാണ് പഠിക്കുന്നത്. റൂട്ടിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചാൽ മനസ്സിലാവും? ചിലപ്പോൾ വീഡിയോ ലെക്ചേഴ്സ് കണ്ടിട്ടായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക, അല്ലെങ്കിൽ ചില ഓഡിയോസ് കേട്ടിട്ടായിരിക്കും നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കുക. എങ്ങനെയാണെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ഓഫ്ലൈൻ ക്ലാസ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കോച്ചിങ്ങിലോ പോയിട്ടായിരിക്കും, ട്യൂഷൻസിന് പോയിട്ടായിരിക്കും നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. കോൺസെപ്റ്റ് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ എന്നും നിങ്ങൾക്കൊരു സെൽഫ് സ്റ്റഡി ടൈം വെക്കുക. ആ സമയത്ത് NCERT വായിക്കുന്നത് എങ്ങനെയാണ്? So first is understanding the concept. Second thing is reading the textbook. So കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയാണ്. സോ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പം കുറേ പേർക്കെങ്കിലും ഉറക്ക വായിച്ച് പഠിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കത് ഉറക്ക വായിച്ച് പഠിക്കാം, കുഴപ്പമില്ല. റീഡിങ് ഔട്ട് ലൗഡ് ശരിക്കും ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ വായിക്കുന്ന കാര്യങ്ങൾ മനസ്സിലേക്ക് കയറാൻ വേണ്ടി അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഇനി അതല്ല, വായിക്കുമ്പോൾ ഉറക്കം വരും, അങ്ങനെ ഇരുന്ന് വായിക്കാൻ പറ്റാത്ത മക്കളാണെങ്കിൽ നിങ്ങൾക്ക് പല ടെക്സ്റ്റ് റീഡിങ് ആപ്പുകളും യൂസ് ചെയ്യാം. അതായത് ടെക്സ്റ്റിലുള്ള കണ്ടന്റ് ഫുള്ള് ഒരു ഓഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കേട്ടുകൊണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ നടന്നുകൊണ്ടൊക്കെ ആ ഓഡിയോ കേട്ടോണ്ടിരുന്നാൽ അത് ശരിക്കും ഇറ്റ് ഈസ് സെയിം ആസ് റീഡിങ് ദ ടെക്സ്റ്റ് ബുക്ക്. അങ്ങനെ നിങ്ങൾക്ക് അത് എഫക്റ്റീവായിട്ട് ചെയ്യാം. ഇനി അതുമല്ല, എനിക്ക് ടെക്സ്റ്റ് റീഡിങ് ആപ്പും പറ്റുന്നില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നമുക്ക് കുറേ ഇലിസ്ട്രേഷൻസ് അവൈലബിൾ ആണ്. അതായത് ഈ ആനിമേഷൻസ് പോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ സ്റ്റോറി ലൈൻ പോലെ ഡെവലപ്പ് ചെയ്തുള്ള പല വീഡിയോസും അവൈലബിൾ ആണ്. അങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. എങ്ങനെയാണെങ്കിലും NCERT വായിക്കുക, വേർഡ് ബൈ വേർഡ് ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയുള്ള കാര്യമാണ് നമ്മൾ കോൺസെപ്റ്റുകൾ പഠിച്ചു, നമ്മൾ NCERT നല്ലപോലെ വായിച്ചു. ഇനി വായിച്ചു കഴിഞ്ഞ് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അതായത് NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എസ്പെഷ്യലി ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ സോൾവ്ഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് കുറേ കൊടുത്തിട്ടുണ്ട്. സോൾവ്ഡ് എക്സാമ്പിൾസ് നല്ല പോലെ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാം ആണ് നിങ്ങളുടെ എയിമെങ്കിൽ, ഡോക്ടർ ആവണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം നീറ്റ് എക്സാം ക്ലിയർ ചെയ്യണം. എല്ലാ വർഷവും NTA നടത്തുന്ന എക്സാമാണ്. അപ്പം നിങ്ങൾ ആ എക്സാമിന് എഴുതുമ്പോൾ ചില എക്സ്ട്രാ എഫേർട്സ് നമ്മൾ ചെയ്യണം. പക്ഷേ പ്യുവർലി നമ്മളുടെ നീറ്റ് എക്സാം NCERT ബേസ്ഡ് ആണ്. ക്വസ്റ്റ്യൻസ് വരിക, മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് NCERT ആണ് വരിക. അപ്പോൾ സോൾവ്ഡ് എക്സാമ്പിൾസ് ഒക്കെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് അത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. അത് പ്രാക്ടീസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇതിന് മുമ്പുള്ള നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ആൻസർ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് തെറ്റിപ്പോയതെന്ന് നോക്കുക. ആ തെറ്റിപ്പോയ മിസ്റ്റേക്കുകളുടെ അനാലിസിസ് നടത്തുക. അതായത് എവിടെയാണ് എനിക്ക് തെറ്റിപ്പോയത്, എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റാണ്ടിരുന്നത്, കോൺസെപ്റ്റ് മനസ്സിലാവാഞ്ഞിട്ടാണോ, അതോ അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ കിട്ടിയില്ലേ? അണ്ടർസ്റ്റാൻഡിങ് ദ കോൺസെപ്റ്റ്, റീഡിങ് NCERT ടെക്സ്റ്റ് ബുക്ക്, പ്രാക്ടീസിങ് ദ MCQs, ആൻഡ് ഫോർത്ത് വൺ ഇസ് മിസ്റ്റേക്ക് അനാലിസിസ്. നിങ്ങളുടെ തെറ്റുകൾ അനലൈസ് ചെയ്യാം. ഇനി NCERT വായിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
സോ ഞാൻ പറഞ്ഞു, നിങ്ങൾ ക്ലാസ്സിൽ ചിലപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കും, സ്കൂളിലൊക്കെ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ വന്നിട്ട് സ്വയമായിട്ട് പഠിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അപ്പം നിങ്ങൾ ഡെയിലി ടാർഗറ്റ്സ് വെക്കുക. അതായത് സിമ്പിളാണ്. ഡെയിലി ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യും, അതായത് ഒരു ദിവസം ഞാൻ ഇത്ര പേജ് വായിക്കും. ഓക്കെ, ആദ്യത്തെ ദിവസം നിങ്ങളൊരു ടാർഗറ്റ് വെച്ചു, ഇന്ന് ഞാൻ ഈ ചാപ്റ്ററിന്റെ ആദ്യത്തെ 3 പേജ് നല്ല പോലെ വായിക്കും. ചെറിയ ചെറിയ ടാർഗറ്റ്സ് വെച്ചാൽ മതി. ഇന്ന് ഞാൻ ഈക്വിലിബ്രിയത്തിന്റെ ആദ്യത്തെ 3 പേജ് നല്ല പോലെ പഠിക്കും. ഡെയിലി ടാർഗറ്റ്സ് കേട്ടോ. ആ 3 പേജ് നല്ല പോലെ ഇരുത്തി വായിച്ചു. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് വരും. ഓക്കെ, എൻ്റെ ഇന്നത്തെ ഡെയിലി ടാർഗറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അടുത്ത 10 ദിവസത്തെ ഡെയിലി 10 പേജ്, അതായത് ആ ചാപ്റ്ററിന്റെ നെക്സ്റ്റ് 10 പേജസ് ഞാൻ വായിക്കും. ഓക്കെ, അപ്പം ആ ഡെയിലി ടാർഗറ്റ് നിങ്ങൾ അങ്ങനെ അച്ചീവ് ചെയ്യും. അങ്ങനെ ചെറിയ ചെറിയ ടാർഗറ്റ്സ് വെക്കുക. അത് പിന്നീട് നിങ്ങൾ മന്ത്ലി ടാർഗറ്റ്സ് ആക്കുക. 10, അതായത് ഇപ്പം 10 പേജ് ഞാനിന്ന് വായിക്കുന്നു, അതിനോടൊപ്പം തന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു. ഇങ്ങനെ ചെറിയ ചെറിയ ടാർഗറ്റ്സ് സെറ്റ് ചെയ്യുക. ഈ ടാർഗറ്റുകളും നിങ്ങളുടെ പ്രിപ്പറേഷനെ വളരെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ നിങ്ങൾ ഓരോ പ്രാവശ്യം വായിക്കില്ലേ, ഞാൻ ഇന്ന് 5 പേജ് വായിച്ചു, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ഡെയിലി ടാർഗറ്റ് 10 പേജും അതിൻ്റെ ക്വസ്റ്റ്യൻസുമാണ്. അതിനെ ഒരു ട്രാക്ക് വെക്കുക, ഒന്ന് ട്രാക്ക് ചെയ്ത് വെക്കുക. അതായത് നിങ്ങൾ എത്ര പേജ് വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കോൺസെപ്റ്റ് കിട്ടുന്നുണ്ടോ, എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെ ഒരു സെൽഫ് അനാലിസിസ്, ഒരു സെൽഫ് അസസ്മെൻറ്റ് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ഡെയിലി ടാർഗറ്റ്സ് വെച്ച് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ സ്പീഡിനെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്പീഡ് ഭയങ്കരമായിട്ട് കൂട്ടാൻ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ പക്ഷേ വായിക്കൽ മാത്രം പോരാ. നമ്മളിങ്ങനെ ടെക്സ്റ്റ് ബുക്ക് കുറേ വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് കാര്യം മനസ്സിലാവും, ടെക്സ്റ്റ് നല്ലപോലെ നമുക്ക് മനപ്പാടാവും. പക്ഷേ what will help you score well in competitive exams like NEET is your practice. എത്ര നന്നായി നിങ്ങൾ MCQs പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും നന്നായി നിങ്ങൾക്ക് എന്താ പറയുക സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ NCERT നമ്മൾ വായിക്കുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഹൈലൈറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് പല കളർ ഹൈലൈറ്റേഴ്സ് ഉപയോഗിക്കാം. ഇത് നിങ്ങളുടെ റിവിഷനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ പിന്നീട് ആ കോൺസെപ്റ്റ് വായിച്ച് നോക്കുമ്പോൾ ഈ ഹൈലൈറ്റിംഗ് വളരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾക്ക് 3 കളർ ഹൈലൈറ്റേഴ്സ് എടുക്കാം. അതായത് ഗ്രീൻ കളർ, യെല്ലോ കളർ, റെഡ് കളർ. ഇപ്പം നിങ്ങളൊരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു ഭാഗം വായിച്ചു, നിങ്ങളുടെ ഡെയിലി ടാർഗറ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ആദ്യത്തെ 10 പേജ് വായിച്ചു എന്ന് വിചാരിക്കുക. അതിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഡെഫിനിഷൻസ് വായിച്ചിട്ടുണ്ടാവുമല്ലോ, വലിയ വലിയ സെൻറ്റൻസിൽ എഴുതിയിരിക്കുന്ന ഡെഫിനിഷൻസ്, അത് നിങ്ങൾക്ക് ഗ്രീൻ കളറിൽ ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. ഇനി അതല്ല, ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും നമ്പേഴ്സ് കണ്ടു, ഒരു ഇയർ കണ്ടു, 1989 ഒരു ഇയറിൽ ഒരു സയൻറ്റിസ്റ്റ് ഇത് കണ്ടുപിടിച്ചു. സോ ആ ഇയർ, അല്ലെങ്കിൽ സയൻറ്റിസ്റ്റിൻ്റെ പേര്, ഓക്കെ, സയൻറ്റിസ്റ്റുകളുടെ പേരും ഇയറും നമ്പേഴ്സും നിങ്ങൾക്ക് യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്യാം. ഇനി അതല്ലാണ്ട് നിങ്ങൾ ചിലപ്പോൾ ചില ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജീസ്, അതായത് എക്സാമ്പിൾസ്, ഓക്കെ, നമ്മളിപ്പോൾ ആൽഗയൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ, ജെലീഡിയം, ഗ്രാസിലേറിയ, പോർഫിറ, ഇവരെല്ലാവരും റെഡ് ആൽഗയാണ്. അപ്പം ആ റെഡ് ആൽഗയുടെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ആ റെഡ് കളർ ഉപയോഗിച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യും. എക്സാമ്പിൾസ്, അല്ലെങ്കിൽ അതുപോലെ ചില ഇമ്പോർട്ടൻറ്റ് ടേംസ്, സെക്ഷൽ റിപ്രൊഡക്ഷൻ ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ പറയും മൈക്രോസ്പോറോജെനസിസ് എന്താണ്, മെഗാസ്പോറോജെനസിസ് എന്താണ്. സോ ആ ടേം നല്ലപോലെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. സോ റെഡ് കളർ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണ്, അണ്ടർലൈൻ അല്ല ഹൈലൈറ്റ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസും എക്സാമ്പിൾസും. സോ ഇങ്ങനെ നോക്കുമ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. കളേഴ്സ് വെച്ച് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒരു റെയിൻബോ പോലെ ഇരിക്കും കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ. പക്ഷേ നിങ്ങളുടെ റിവിഷൻ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ബിക്കോസ് ബുക്ക് തുറന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ, ഞാനിവിടെ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം എന്താണ്, ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്, ഞാനത് മിസ് ഔട്ട് ചെയ്യരുത്. അല്ലെങ്കിൽ മഞ്ഞ കളറിൽ ഇരിക്കുന്നതൊക്കെ എന്താണ്, ഡേറ്റുകളും സയൻറ്റിസ്റ്റിൻ്റെ പേരുകളുമാണ്, അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരും. ഇനി അതല്ല, ഗ്രീൻ കളറിൽ കാണുന്നത് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അപ്പോൾ മാം ഒരു പാരഗ്രാഫിൽ ഇത് 3ഉം ഒരുമിച്ച് വന്നാലോ? അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ആ പാരഗ്രാഫിലെ ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജിസ്റ്റ് ആദ്യം ഡാർക്ക് കളർ വെച്ച് ഹൈലൈറ്റ് ചെയ്യുക. പിന്നെ അതിൽ എവിടെ നിന്നാണോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അതിന് നേരെ ചെറിയൊരു മാർക്കർ പെന്നുകൊണ്ട് PYQ എന്ന് എഴുതി വെക്കുക. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഭാഗം ഇതാണെന്ന് വെച്ച് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ആ ഭാഗം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി പിന്നെ നിങ്ങളിപ്പം ക്ലാസ്സിൽ ടീച്ചർ ഓരോ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് റണ്ണിങ് നോട്ട്സ് എങ്ങനെ ഉണ്ടാക്കണം. അതായത് നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയമായിട്ട് വായിച്ച് പഠിക്കുമായിരിക്കും, ചിലപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കോച്ചിങ്ങിനോ ട്യൂഷനോ പോകുമ്പോഴും ടീച്ചേഴ്സ് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അല്ലെങ്കിൽ ടീച്ചർ നിങ്ങളെ ഒരു കോൺസെപ്റ്റ് പഠിപ്പിച്ചു, പക്ഷേ നിങ്ങൾക്കത് ക്ലാസ്സിൽ പഠിച്ചപ്പോൾ മനസ്സിലായില്ല, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വായിച്ചപ്പോൾ മനസ്സിലായില്ല. പക്ഷേ നിങ്ങളുടെ കോച്ചിങ്ങിനോ ട്യൂഷനിലോ ടീച്ചർ ഒരു പ്രത്യേക മെത്തേഡിൽ ഒരു ന്യൂമോണിക് ഉപയോഗിച്ചോ ഒരു കഥ ഉപയോഗിച്ചോ അത് പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലായി.
അപ്പോൾ അത് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ നമുക്ക് ചെറിയ സ്റ്റിക്കി നോട്ട്സ് മേടിക്കാം. സ്റ്റിക്കി നോട്ട്സ് വാങ്ങിച്ചിട്ട്, സ്റ്റിക്കി നോട്ട്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ചെറിയ പേപ്പേഴ്സ്, അതിൽ ആ കോൺസെപ്റ്റ് ഷോർട്ട് നോട്ട്സ് ആയിട്ട് പെട്ടെന്ന് എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങളുടെ NCERT തുറന്നിട്ട് അതിൽ എവിടെയാണോ ആ ഭാഗം വരുന്നത് അതിൻ്റെ സൈഡിൽ ഈ സ്റ്റിക്കി നോട്ട് ഒട്ടിച്ച് വെക്കുക. സോ ഇതൊക്കെ നിങ്ങളെ എപ്പോഴാണ് ഹെൽപ്പ് ചെയ്യാമെന്നറിയാമോ? ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഈ നീറ്റിനൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ NCERT എടുത്തിട്ടാണല്ലോ റിവൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് വൃത്തിയായി ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പല കളേഴ്സ് ഉപയോഗിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിവിഷനെ അത് ഒത്തിരി ഹെൽപ്ഫുൾ ആക്കും. അതുപോലെ തന്നെ ഈ സ്റ്റിക്കി നോട്ട്സിൽ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ ടോപ്പിക്ക് എളുപ്പം എനിക്ക് എങ്ങനെ ഓർത്തിരിക്കാം എന്നുള്ളത് റീകോൾ ചെയ്യാനും നിങ്ങളുടെ റിവിഷനെ ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യും. സോ ഇപ്പോഴേ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ 11th മുതലേ ഒക്കെ അല്ലെങ്കിൽ ഇപ്പോൾ 12th കയറിയ മക്കളാണെങ്കിൽ ഇപ്പോൾ മുതലേ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷനെ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. സോ ഐ ഹോപ്പ് ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ NCERT റീഡിംഗ് മസ്റ്റാണ്. ടാർഗറ്റ് വെച്ച് തന്നെ വായിച്ച് പഠിക്കുക, കോൺസെപ്റ്റുകൾ പഠിക്കുക. പക്ഷേ NCERT വായിക്കണം. ക്വസ്റ്റ്യൻസ് വരിക NCERTയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. MCQ ക്വസ്റ്റ്യൻസ് തന്നെ, നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. മിസ്റ്റേക്കുകൾ അനലൈസ് ചെയ്യാം. NCERT വായിക്കുമ്പോൾ നല്ല പോലെ ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ച് ഹൈലൈറ്റ് ചെയ്യുക. അതുപോലെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി നിങ്ങൾ സ്റ്റിക്കി നോട്ട്സ് വെച്ച് യൂസ് ചെയ്യുക. ഐ ഹോപ്പ് ഇതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്.